السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള SKSSF മീഡിയ ഗ്രൂപ്പിലുള്ള സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഗ്രൂപ്പുകളിൽ പല ക്ലാസ്സുകളും നടന്നുകൊണ്ട് വരികയാണ്. ബഹുമാനപ്പെട്ട ജുനൈദ് ഉസ്താദിൻ്റെ ഖുർആൻ തഫ്സീർ ക്ലാസ്, അതുപോലെ തന്നെ മറ്റ് പല ഉസ്താദന്മാരും പല ക്ലാസ്സുകളുമായി തംബീഹ് എന്ന പ്രോഗ്രാമിലൂടെ നമ്മളിലേക്ക് അവരുടെ അറിവുകൾ പകർന്നു തരികയാണ്. തംബീഹിൻ്റെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അത്തഹിയാത്തിനെ കുറിച്ച്, അതിനോടനുബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഈ ക്ലാസ്സിലും തുടരാൻ പോകുന്നത്. നാം അത്തഹിയാത്തിനെ കുറിച്ച് പഠിച്ചു, അതിൻ്റെ സാരം, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്തിനെ കുറിച്ച് നാം പഠിച്ചു. അതുപോലെ ഇനി പറയാൻ പോകുന്ന അതുപോലെ ആ അത്തഹിയാത്തിൽ ഇരിക്കേണ്ട രൂപങ്ങളെക്കുറിച്ച് പഠിച്ചു. ഇനി അതിൽ തുടരേണ്ട വിഷയമാണ് അത്തഹിയാത്തിനും സ്വലാത്തിനും ശേഷം ദുആ ചെയ്യുക എന്നുള്ളത്. ഏത് ദുആഉം, അറബിയിൽ ഉള്ള ഏത് ദുആഉം ദുആയിരുന്നാൽ മതിയാകുമെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ വാരിദായ ദുആഇന് കൂടുതൽ പ്രാധാന്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ വന്നതായ ദുആ അത് ഏറ്റവും അഫ്ളലാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസ്, ഇദാ ഫറഗ അഹദുകും മിനത് തശഹുദിൽ അഖീരി ഫൽയതഅവ്വദ് ബില്ലാഹി അൻ അർബഅ. നിങ്ങൾ അവസാനത്തെ അത്തഹിയാത്തിൽ നിന്ന് നിങ്ങളിൽ ഒരാൾ ഫാരിഗായാൽ, ഒഴിവായാൽ 4 കാര്യങ്ങളെ തൊട്ട് അള്ളാഹുവിനോട് കാവലിനെ ചോദിച്ചു കൊള്ളട്ടെ. ഏതെല്ലാമാണത്? ഒന്ന്, മിൻ അദാബി ജഹന്നം, ജഹന്നമിൻ്റെ ശിക്ഷയെ തൊട്ട്. പിന്നൊന്ന് ഒമിൻ അദാബിൽ ഖബരി, ഖബറിൻ്റെ ശിക്ഷയെ തൊട്ട്. പിന്നൊന്ന് ഒമിൻ ഫിത്നത്തിൽ മഹിയ, ജീവിതത്തിലെ ഫിത്നയെ തൊട്ട്, പരീക്ഷണങ്ങളെ തൊട്ട്. വൽ മമാത്ത്, മരണത്തിലെ പരീക്ഷണങ്ങളെ തൊട്ടും. അതുപോലെ ഒമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ, ദജ്ജാലിൻ്റെ ഫിത്നയെത്തൊട്ടും നിങ്ങൾ കാവലിനെ ചോദിക്കുക. ഈ 4 കാര്യങ്ങൾ കാവലിനെ ചോദിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ജഹന്നമിൻ്റെ, അതായത് നരകത്തിൻ്റെ ശിക്ഷയെ തൊട്ട്, ഖബറിലെ ശിക്ഷയെ തൊട്ട്, അതുപോലെ ജീവിതത്തിലെയും മരണത്തിലെയും ഫിത്നയെ തൊട്ട്, ദജ്ജാലിൻ്റെ ഫിത്നയെ തൊട്ട്. ഈ 4 ഫിത്നകളെ തൊട്ട് കാവൽ ചോദിക്കുന്ന ദുആ ആണ് നാം ദുആ ചെയ്യാറുള്ളത് സാധാരണ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വഫിത്നതിഹി വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ എന്ന് നാം സാധാരണ അത്തഹിയ്യത്തിൽ ദുആ ചെയ്യാറുണ്ട്. അത് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി, ഖബറിന്റെ അദാബിനെ തൊട്ട് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വഫിത്നതിഹി, അതിന്റെ ഫിത്നയെ തൊട്ടും. വമിൻ അദാബിൻ നാർ, നരക ശിക്ഷയെ തൊട്ടും. വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാതി, ജീവിത മരണത്തിലെ ഫിത്നയെ തൊട്ടും. അതുപോലെ ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ടും. ജീവിതത്തിലെ ഫിത്നയാണ്, അതായത് ദുനിയാവിലെ ഫിത്ന. ദുനിയാവിൽ ഒരുപാട് പരീക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. ആ ഫിത്നയിൽ, ആ പരീക്ഷണത്തിൽ നാം വിജയിച്ചവരാകണം. ഒരുപാട് ദേഹേച്ഛകൾ തന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കും. ആ ദേഹേച്ഛയിൽ നിന്ന് അവൻ പിന്മാറി അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് വരുന്നോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നാം എത്ര തന്നെ തെറ്റ് ചെയ്യില്ല എന്ന് കണ്ടാലും നമ്മുടെ മുമ്പിൽ ഒരു ഫിത്ന ഉണ്ടാകും, പരീക്ഷണം. അത് അല്ലാഹു തആല വിജയപരാജയം കണക്കാക്കാൻ വേണ്ടി നൽകുന്നതാണ്.
അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇബാദത്തിനെ ഒഴിവാക്കുക എന്നുള്ളതൊക്കെ ദേഹേച്ഛയാണ്. ശരീരം പറയുന്നു ഇബാദത്ത് ഇപ്പം നീ ചെയ്യേണ്ട, മടി. ശൈത്താൻ നമ്മെ ദുർബോധനം ചെയ്യുന്നു. അതനുസരിച്ച് നാം ഇബാദത്തില്ലാതെ സന്മാർഗത്തിലൂടെ ചലിക്കാതെ ദുർമാർഗികളായി ജീവിക്കുന്നു. ഇത് ദുനിയാവിലെ വലിയൊരു പരീക്ഷണമാണ്. അപ്പോൾ ആ പരീക്ഷണങ്ങളൊക്കെ തരണം ചെയ്തിട്ട് റബ്ബിൻ്റെ മാർഗത്തിലേക്ക് വരണം. അതിനു വേണ്ടിയുള്ള ദുആ ആണ് മിൻ ഫിത്നത്തുൽ മഹ്യ എന്നുള്ളത്. അതുപോലെ തന്നെ മമാത്ത്, മരണ സമയത്തുള്ള ഇത് എന്ത് ഫിത്ന, അത് ഒന്നോ മരണം ആസന്നമാകുന്ന സമയത്തുള്ള ഫിത്ന, വലിയ ഫിത്നയാണ് മരണമാസന്നമാകുന്നത്. ഇബ്ലീസ് ചതിക്കാനായി, ഇബ്ലീസ് കൂസിനെ കാട്ടുന്നൊക്കെ പറഞ്ഞ ആ മജ്ലിസ് നൂറിന്റെ ആ ബദരിയത്തിൽ പാടുന്നുണ്ടല്ലോ, അതന്നെ നമ്മെ ചതിക്കാനായി കട്ടകെട്ടി രംഗത്തിറങ്ങിയ സമയമാണത്. ആ സമയത്തുള്ള പരീക്ഷണം, അതിനെ തൊട്ട് കാവലിനെ ചോദിക്കണം അള്ളാഹുവിനോട്. അതുപോലെ തന്നെ ഖബറിന്റെ ഫിത്ന, അല്ലെങ്കിൽ ഖബറിന്റെ ഫിത്ന, മമാത്ത് കൊണ്ടുള്ള ഉദ്ദേശം അല്ലെങ്കിൽ ഖബറിന്റെ ഫിത്നയാണ്. ഇങ്ങനെ പല ഫിത്നകളും നാം അഭിമുഖീകരിക്കേണ്ടതുണ്ട്. ഞാൻ ചുരുക്കി പറയാണ്. അതുപോലെ മസീഹ് ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ട്. ദജ്ജാൽ എന്ന് പറഞ്ഞ അർത്ഥം കസാബ് എന്നാണ്, കള്ളൻ എന്നാണ്. കളവ് പറയുന്നവൻ, ധാരാളം കളവ് പറയുന്നവനാണ് അവൻ. അവൻ ഭൂമിയെ എന്താക്കി കളയും അല്ലേ? ഭൂമി ആകെ എത്തുമല്ലോ അവന്, മക്ക മദീന ഒഴികെ ബാക്കി എല്ലാ ഭൂമി അവൻ സ്പർശിക്കും. മസഹിൽ നിന്നാണ് മസീഹ് ഉണ്ടായത്. യംസഹുൽ അർള കുല്ലഹ ഇല്ല മക്ക വൽ മദീന എന്നാണ്. അപ്പോൾ ഭൂമിയെ ആകെ അവൻ സ്പർശിക്കും. പക്ഷെ മക്ക, മദീന, ബൈത്തുൽ മുഖദ്ദസ് ഈ 3 സ്ഥലം ഒഴികെ ബാക്കി എല്ലായിടത്തും അവന്റെ സ്പർശനം എത്തും. അതാണ് ദജ്ജാൽ. അത് വലിയൊരു പരീക്ഷണമാണ് ദജ്ജാലിന്റെ പരീക്ഷണം. അത് വളരെ അധികം അള്ളാഹുവിനോട് നാം കാവലിനെ ചോദിക്കേണ്ട ഒരു വിഷയമാണ് ദജ്ജാലിന്റെ പക്ഷം. ദജ്ജല് എന്നുള്ളതാണ് ദജ്ജാൽ ഉണ്ടായത്. അതായത് ദജ്ജാൽ എന്നുള്ള പദം തൗഹിയത്താണ്. അതായത് ലിയന്നഹു യുഗ്തിൽ ഹഖ്ഖ ബിൽ ബാത്തിലിൻ, ഹഖിനെ ബാത്തിൽ കൊണ്ട് അവൻ മൂടിവെക്കും. ഇത് ദജ്ജാലിന്റെ ഒരു ഇതാണ്. എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു ദജ്ജാലിന് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കേണ്ട ഒരു കാര്യമാണത്, ഈ പ്രാർത്ഥന. കാരണം നാം അഭിമുഖീകരിക്കേണ്ട പ്രാർത്ഥനയാണല്ലോ, അതുകൊണ്ടാണ്. ദജ്ജാലിന് 2 മലകളുണ്ട്. ഒന്ന് മാംസം, പിന്നൊന്ന് റൊട്ടി, ഹുബുസ്. ഇങ്ങനെ റൊട്ടിയാലും ലഹ്മാലുള്ള 2 മലകൾ ഉണ്ടാകും കൊണ്ടുവരുമ്പോൾ. മാത്രമല്ല 2 മലക്കുകൾ ഉണ്ടാകും, ബലഭാഗത്തൊരു മലക്ക്, ഇടഭാഗത്തൊരു മലക്ക്. ഇങ്ങനെ ഒരു പരീക്ഷണവുമായിട്ട് അവൻ വരുന്നത്. ജനങ്ങളെല്ലാം വലിയ വിഷമത്തിലുണ്ടാകുന്ന സമയത്തിന് അവൻ വരുന്നത്. പട്ടിണിയിലും ദാരിദ്ര്യത്തിലും മുഴുകിക്കഴിയുന്ന സമയത്ത് അവൻ്റെ അടുക്കൽ ഈ മാംസത്തിൻ്റെയും ഹുബുസിൻ്റെയും റൊട്ടിയുടെയും വലിയ 2 പർവ്വതങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ആശ്രയിക്കുന്നവരുണ്ടോ ആരെങ്കിലും? അല്ല, അതിന് ഈമാനുള്ളവൻ തെറ്റിപ്പോകും. അങ്ങനെ ഉണ്ടോ എന്നൊരു പരീക്ഷണമാണ്. വലിയൊരു ഫിത്നയാണത്, ചില്ലറ ഫിത്നയല്ല. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട്, ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റ കൊടും ക്രൂരത കൊണ്ട് എന്തായിപ്പോകും? മനുഷ്യൻ അതിലേക്ക് വീണുപോകും. അതിനുവേണ്ടി തന്നെയാണ് അള്ളാഹു താല അവനെ ഒരു പരീക്ഷണമായിട്ട് ഈ ദുനിയാവിലേക്ക് അയക്കുന്നത്. 2 മലക്കുകൾ ഉണ്ടാവും അവന്റെ ഭാഗത്ത്. എന്നിട്ടോ ആ മലക്കുകൾ പറയും, അല്ല ദജ്ജാൽ പറയും, അന റബ്ബുക്കും, നിങ്ങളുടെ റബ്ബാണ് ഞാൻ എന്ന് പറയും. ഇതൊക്കെ എല്ലാ ഇതും തരും. ഒന്ന് മഴ കുറേ ഉണ്ട് അതിനെ പറ്റി പറയുകയാണെങ്കിൽ. മഴ വർഷിപ്പിക്കും, സസ്യങ്ങളെ മുളപ്പിക്കും, ഇങ്ങനെ പല അത്ഭുതങ്ങളും അവന് കാണിക്കും. പല അത്ഭുതങ്ങൾ കാണിച്ചു പറയുകയാണ്, അന റബ്ബുക്കും, ഞാൻ നിങ്ങളുടെ റബ്ബാണ്. അപ്പോൾ 1ാമത്തെ മലക്കുകൾ, അവന്റെ ബലഭാഗത്തുള്ള മലക്കുകൾ പറയും, എന്ന് നീ സത്യം പറഞ്ഞിരിക്കുന്നു എന്ന് പറയും. നീ സത്യം പറഞ്ഞിരിക്കുന്നു. ഇടഭാഗത്തുള്ള മലക്ക് പറയും, കദബ്ത, നീ കളവ് പറഞ്ഞിരിക്കുന്നു എന്ന് പറയും. ഇങ്ങനെ മലക്കുകൾ സപ്പോർട്ട് ചെയ്യാതെയും ഇങ്ങനെ ഇരിക്കുന്ന രംഗമാണ്. ജനങ്ങളെല്ലാം ഇവന്റെ ബാക്കിലൂടെ പോകും. സത്യം പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോഴേ, ദജ്ജാൽ സത്യം പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവന്റെ ബാക്കിൽ സപ്പോർട്ടിനായി ആളുകൾ ഒരുപാട് പോകും. ഈ ദജ്ജാലിന്റെ പിന്നിലായിട്ട് പോകും. ഇങ്ങനെ വലിയൊരു പരീക്ഷണം നമുക്ക് മുമ്പിൽ വരികയാണ്. ഇതിന്റെ കാഠിന്യം വളരെ ഭയാനകമാണ്. അള്ളാഹു താല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ട് നാം നിസ്കാരത്തിൽ കാവലിന് ചോദിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന്റെ ശേഷം നാം ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ ഗഫിർലി. ഇതൊക്കെ ഹദീസിൽ വാരിദാണ്. അല്ലാഹുമ്മ ഗഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അലൻതു വമാ അസ്റഫ്തു വമാ അൻത അഅലമു ബിഹി മിന്നി ഇന്നക അൻതൽ മുഖദ്ദിമു വ അൻതൽ മുഅഖിർ
ലാ ഇലാഹ ഇല്ലാ അൻത അല്ലാഹുമ്മ ഇന്നി അഊദു ബിക എന്നാണ് പറയുന്നത്. മിൻ അദാബിൽ ഖബ്രി ഫിത്നതിഹി വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. ഈ ദുആ ആണ് നാം സാധാരണ അത്തഹിയാത്തിൽ ചൊല്ലി വരുന്നത്. ഇത് ഹദീസിൽ വന്ന ദുആ ആണ്. അതുകൊണ്ട് അതിന് ഒരുപാട് പ്രതിഫലമുണ്ട്. ഇതിന്റെ അർത്ഥങ്ങളൊക്കെ എല്ലാം വിശദീകരിച്ച് പറയുമ്പോൾ ഒരുപാട് സമയമെടുക്കും എന്നതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ അതുമായി ബന്ധപ്പെട്ട് പിന്നെ നമുക്ക് പറഞ്ഞു തരാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ദുആ എപ്പോഴും നിസ്കാരത്തിൽ, പ്രത്യേകിച്ച് നിസ്കാരം അസ്വലാത്തു എന്നതിന് അർത്ഥം ദുആ എന്നാണ്. ആ ദുആ എന്നുള്ള അർത്ഥം വരുന്ന സ്വലാത്ത് എന്ന പേരിടാൻ കാരണം നിസ്കാരത്തിൽ കൂടുതൽ ദുആ ഉള്ളത് കൊണ്ടാണ്. ദുആൽ വലയം ചെയ്യപ്പെട്ട ഒന്നാണ് നിസ്കാരം എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പേര് വന്നതും എന്ന് കിതാബുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ നിസ്കാരത്തിൽ ഏതായാലും ദുആ ഉണ്ട് ഒരുപാട്. വലിയ നിസ്കാരത്തിൽ വെച്ച് ദുആ എന്ന വലിയ ഉത്തരം ഉറപ്പാണല്ലോ. അതുപോലെ നിസ്കാരത്തിന്റെ ഉടനെ ദുആഇന് ഉത്തരമുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് അതിനൊരു ദുആഇന് ഉത്തരമുണ്ടാകുന്ന സമയമൊക്കെ എപ്പോഴാണെന്നൊക്കെ നമുക്ക് മറ്റൊരവസരത്തിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും നല്ല നിസ്കാരക്കാരാക്കി മാറ്റി തരുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി മുതലേ പലരും ആവശ്യപ്പെട്ടനുസരിച്ച് നിസ്കാരത്തിന്റെ ഒന്നാമത്തെ ഫർദ് മുതൽ നിസ്കാരം മുതൽ ഇങ്ങോട്ട് നമുക്ക് കണ്ടിന്യൂ ആയിട്ട് പോകാമെന്നാണ്. ഞാനിപ്പോൾ ഇത് അത്തഹിയാത്തിനെ പ്രത്യേകം പറയാൻ കാരണം ഫാത്തിഹ പോലെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഈ അത്തഹിയാത്ത് എന്നതുകൊണ്ടാണ് അത്തഹിയാത്തിന്റെ 10ാമത്തെ ഫർദിൽ ഞാൻ തുടങ്ങിയത്. പക്ഷേ സത്യത്തിൽ ഞാൻ ഒന്നാം നിസ്കാരത്തിന്റെ തുടക്കം മുതലേ പറയേണ്ടിയിരുന്നു. അത് പറയാതെ ആദ്യം ഇത് പറയാൻ കാരണം അതാണ്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത തംബീഹി ക്ലാസ്സുകളായിട്ട് ഓരോ നിസ്കാരത്തിന്റെ ഓരോ ഘടകങ്ങളെ കുറിച്ച് നമുക്ക് പ്രതിപാദിക്കാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.